ഹലോ, അസ്സാം വലൈക്കും. ചത്തിരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷദ്വീപിൽ നിന്നും ബാംഗ്ലൂർ വരെ നമ്മൾ യാത്ര ചെയ്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ദിവസങ്ങളിലെ നമ്മുടെ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ബാപ്പ എന്നെ വെച്ച് വേണ്ടേ അനങ്ങാതെ കറയി പിന്നെ അപ്പം എളിപ്പാൻ വന്നതാ പിന്നെ നടാ പിന്നെ എളിപ്പാൻ. ബാംഗ്ലൂരിലേക്ക് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, കൂടെ എൻ്റെ ഹസ്ബൻഡും കൂടി വരുന്നുണ്ട്. ഞങ്ങൾക്ക് ലക്ഷദ്വീപിലെ അധ്യാപകർക്ക് അവിടെ ഒരു കോഴ്സ് ഉണ്ട്, അതിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. എൻ്റെ ഹസ്ബൻഡ് മിനിക്കോയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പെരുന്നാൾ കഴിഞ്ഞിട്ട്. ഇപ്പം വീണ്ടും അദ്ദേഹം വന്നതാണ് എന്നെയും കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം നമ്മൾക്ക് ഒരു വെസൽ ഉണ്ടായിരുന്നു, മംഗലാപുരത്തേക്കാണ്. ഇവിടെ നിന്ന് ഷിപ്പൊക്കെ കാത്തു നിന്നതായിരുന്നു ഷിപ്പിൽ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ വെസൽ ആണ് കുറച്ചുകൂടി നല്ലത് എന്ന് എനിക്ക് തോന്നി. കാരണം വെസൽ നമുക്ക് രാത്രിയൊന്നും ഉറങ്ങാതെ നമുക്ക് അന്നേ ദിവസം തന്നെ നമുക്ക് നമ്മുടെ എവിടെയാണോ ഇറങ്ങാൻ പോകുന്ന ഒരു സ്ഥലം എത്താൻ പറ്റും. പിന്നെ അതിരാവിലെയാണ് വെസലിൽ പോവേണ്ടത്. ഇങ്ങനെ കേരളത്തിലേക്കോ അല്ലെങ്കിൽ മംഗലാപുരത്തേക്കോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അതിരാവിലെ ആയിരിക്കും വെസൽ പുറപ്പെടുക. പിന്നെ ഇന്നത്തെ ഈ വെസൽ യാത്രയ്ക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എൻ്റെ നാട്ടിൽ നിന്നും ആദ്യമായിട്ടാണ് മംഗലാപുരത്തേക്ക് വെസൽ പോകുന്നത്. അപ്പോൾ അതിലെ യാത്രക്കാരിയായിട്ട് ഇന്ന് പോകാൻ പറ്റുന്നു എന്ന് പറയുന്നതിൽ തന്നെ എനിക്കൊരു സന്തോഷമുണ്ട്. പിന്നെ ഈ ഒരു വർഷം എനിക്ക് ട്രാൻസ്ഫർ കിട്ടും എന്ന് വിചാരിച്ചിട്ടും കിട്ടാത്ത ഒരു വർഷമായതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എനിക്ക് ഭയങ്കര ഒരു സങ്കടകരമായിട്ടുള്ള കാര്യമായിരുന്നു. കാരണം എൻ്റെ ഉമ്മ ഇനി മുതൽ തനിച്ചാണ് വീട്ടിൽ. ആങ്ങളമാരുണ്ട് എങ്കിലും ഉമ്മയ്ക്ക് അവിടെ വീട്ടിൽ പിന്നെ വേറെ പെൺകുട്ടികളാരും ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ബോറായിരിക്കും. നല്ല പ്രതീക്ഷയോടുകൂടി ആയിരുന്നു നമ്മളെല്ലാവരും. പക്ഷേ പറ്റിയില്ല, നമുക്ക് കിട്ടിയില്ല ട്രാൻസ്ഫർ. വീണ്ടും മിനിക്കോയിലേക്ക് തന്നെ പോകണം. അങ്ങനെ വെസലിൽ കയറി കഴിയുമ്പോൾ എൻ്റെ ഈ ഒരു സ്ഥലം എൻ്റേതാക്കിയിരിക്കുകയാണ്. ഞാൻ എപ്പോഴും ഒന്ന് ചെറുതായിട്ട് മയങ്ങി എണീറ്റപ്പോഴേക്ക് നമ്മൾ മംഗലാപുരം എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള യാത്രയായിരുന്നു. അങ്ങനെ പറയത്തക്കതായിട്ടുള്ള ക്ഷീണം ഒന്നും തോന്നിയില്ല. 7 വർഷങ്ങൾക്ക് മുന്നേ ആണ് ഞാൻ മംഗലാപുരം വന്നിട്ടുള്ളത്. അന്ന് നമുക്ക് കിട്ടിയ ലോഡ്ജ് അത്ര നന്നായിരുന്നില്ല. പക്ഷേ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ലോഡ്ജ് നല്ലൊരു ലോഡ്ജാണ്. ഇത് ഞങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇബ്രാഹിം കോയ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. അദ്ദേഹമാണ് നമുക്ക് ഈ ഒരു ലോഡ്ജൊക്കെ റെഡിയാക്കി തന്നത്. ആൾക്ക് നല്ല മിടുക്കാട്ടോ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ. ഓൺലൈനായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാണ്. നല്ല സൂപ്പറായിട്ടുള്ള ഒരു റൂമാണ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കേരളത്തിലെ ഫുഡ് കിട്ടുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹോട്ടലും കൂടി ഉണ്ടായിരുന്നു. പിന്നെ എനിക്കല്ലേ ബാത്റൂം വൃത്തിയുള്ളതാവണം എന്നുള്ള നല്ല നിർബന്ധമായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ലോഡ്ജിലെ റൂമിൽ. അങ്ങനെ പിന്നെ നമ്മൾ തലശ്ശേരി ഹോട്ടലുണ്ട് തൊട്ടടുത്ത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതും കുറച്ചുകൂടി സന്തോഷം നൽകി. കാണാം, അത് ഒരുപാട് ദൂരം നടന്ന് നമുക്ക് ഫുഡിന് അലയേണ്ടി വന്നിട്ടില്ല. നല്ല നാടൻ ചോറും കറിയും പിന്നെ അടിപൊളിയായിട്ടുള്ള ഉപ്പേരിയും ഒക്കെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. 5-ാം തീയതിയാണ് കേട്ടോ നമ്മൾ എത്തിയിരിക്കുന്നത്. 5-ാം തീയതിയാണ് നമ്മൾ വെസൽ കയറിയത്. അപ്പം 5-ാം തീയതി വൈകുന്നേരം തന്നെ നമ്മൾ മംഗലാപുരം എത്തിയിട്ടുണ്ട്. നമുക്കിനി ബാംഗ്ലൂർ പോവേണ്ടത് 11-ാം തീയതിയാണ്. അപ്പോൾ അതിനിടയിൽ കുറേ ദിവസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മംഗലാപുരത്ത് ഒരു ദിവസം നിന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കോഴിക്കോട് പോകുന്നുണ്ട്, അവിടെയും 2 ദിവസം നിന്നിട്ട് അതിന് ശേഷം നമ്മൾ എറണാകുളത്ത് പോയി അവിടെ നിന്നാണ് നമ്മൾ ഫ്ലൈറ്റിൽ ബാംഗ്ലൂരിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു മാളിലേക്ക് വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ മാളിലൊന്നും ഇങ്ങനെ കറങ്ങി നടക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്കെപ്പോഴും നമ്മുടെ ഈ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ നടക്കാനാണ് ഇഷ്ടം. സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് അവിടെ കൂടി വെറുതെ ഇങ്ങനെ നടക്കാനൊന്നും ഷോപ്പൊന്നും ചെയ്തില്ലെങ്കിലും അതിങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ നല്ല ഇഷ്ടമാണ്. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ കയറിയിരിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടാണ്, പൊരിഞ്ഞ വെയിൽ. വൈകുന്നേരം ആയി എന്ന് പറഞ്ഞാലും ആ വെയിലിന് ഭയങ്കര കാഠിന്യമായിരുന്നു. അതിൽ നിന്ന് ഒരാശ്വാസം കിട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മാളിലേക്ക് കയറിയത്. അത്യാവശ്യം നല്ലൊരു മാളായിരുന്നു. അങ്ങനെ കുറേ സമയം നമ്മളവിടെ വെറുതെ തണുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കയറി നടന്നു. ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതല്ലേ. പിന്നെ എല്ലാ ഫ്ലോറിലും ഒന്നും കയറിയില്ല.
കുറച്ച് ഫ്ലോറിലേക്കൊക്കെ കയറിയപ്പോൾ തന്നെ എനിക്ക് മടി പിടിച്ചു. ഇനി നമുക്ക് എന്തായാലും ഇത് സെറ്റ് ആവില്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടുത്തെ മാർക്കറ്റ് നോക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോഴാണ് കാണുന്നത് അവിടുത്തെ മാർക്കറ്റ് പുതിയ ബിൽഡിംഗ് ആക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വലുതാക്കി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പണ്ട് കണ്ടിട്ടില്ല. ഞാൻ പണ്ട് വന്നപ്പോൾ ഒന്നും ഇതുണ്ടായിരുന്നില്ല, സാധാ മാർക്കറ്റായിരുന്നു. ഇപ്പം നല്ല ബിൽഡിങ്ങൊക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ നമ്മളവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിൽ ഓരോരോ കൂട്ടം പച്ചക്കറികൾ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത് കണ്ടത്. വളരെ ചീപ്പ് റേറ്റിലാണ് കേട്ടോ ഇവിടെ പച്ചക്കറികളൊക്കെ വിൽക്കുന്നത്. ഞാനപ്പോൾ എൻ്റെ നാടൊക്കെ ആലോചിച്ചു പോയി, എന്ത് പൈസ കൊടുത്തിട്ടാണ് അവിടെ പച്ചക്കറി മേടിക്കുന്നത് നമ്മളൊക്കെ. അവിടുത്തെ കച്ചവടക്കാരെ കുറ്റം പറയാനും പറ്റില്ല, ഇവിടെ നിന്ന് എത്തുമ്പോഴേക്ക് നല്ല പൈസയാവുമല്ലോ. അങ്ങനെ പോയപ്പോഴാണ് ഇതാ ഈ ഒരു ഫ്രൂട്ട് നമ്മളിവിടെ കണ്ടത്. ആത്തച്ചക്ക എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഇത് ക്യാൻസർ രോഗികൾക്ക് വളരെ ഉത്തമമായ ഫ്രൂട്ട് എന്നാണ് അവിടുത്തെ കച്ചവടക്കാരൻ അപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അത് പുതിയൊരു അറിവായിരുന്നു. ഈ ഒരു ഫ്രൂട്ട് കണ്ടിട്ടുണ്ട് എങ്കിലും ഞാനിത് കഴിച്ചിട്ടില്ല. പിന്നെ കസ്റ്റാർഡ് ആപ്പിൾ ഉണ്ടല്ലോ, അതിനെയാണ് എൻ്റെ നാട്ടിലൊക്കെ ആത്തച്ചക്ക എന്ന് പറയുന്നത്. പക്ഷെ ഒറിജിനലായിട്ട് ഇതിനെയാണ് പറയുന്നതെന്ന് അന്നാണ് അറിഞ്ഞത്. ഇനി ഇതും അതും ഏതെങ്കിലും ഒരു കുടുംബത്തിൽ പെട്ടതാണോ എന്നും എനിക്കറിയില്ല. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറേ ഫ്രൂട്ട്സൊക്കെ മേടിച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ താമസിക്കുന്ന ലോഡ്ജിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് നമ്മളിത് ഈ സ്വീറ്റ്സിൻ്റെ കട കണ്ടത്. അപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡിന് മോട്ടിച്ചൂർ ലഡു വേണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് ആ ലഡു. അങ്ങനെ അത് മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നു. അങ്ങനെ കുറച്ച് ലഡുവൊക്കെ നമ്മൾ മേടിച്ചു. എനിക്ക് എന്തായാലും ലഡു ഒന്നും തിന്നാനും പറ്റില്ല. പിന്നെ പണ്ടേ മുതൽക്ക് എനിക്ക് ലഡു ഇഷ്ടവുമല്ല, പിന്നെ ഇപ്പം തിന്നാനും പാടില്ല. അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ റെഡിയായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെന്നൈ മെയിലിലാണ് നമുക്ക് യാത്ര പോകേണ്ടതായിട്ടുള്ളത്. ഇതും നമുക്ക് അറ്റക്കോയ സാറാണ് റെഡിയാക്കി തന്നിരിക്കുന്ന ടിക്കറ്റൊക്കെ. സത്യം പറയാമല്ലോ, ഇത്രയും മനോഹരമായൊരു യാത്ര ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വലിയ തിരക്കോ ബഹളമോ ഒന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് നല്ല AC കമ്പാർട്ട്മെൻറ്റിൽ കിടന്നുറങ്ങിയിട്ടാണ് നമ്മൾ കോഴിക്കോട് എത്തിയത്. പിന്നെ അല്ലേ ചെന്നൈ മെയിലിൽ കയറിയപ്പോൾ എനിക്ക് മദ്രാസ് മെയിലില്ലേ നമ്പർ 20 ആ ഒരു സിനിമ ഓർമ്മ വന്നു. ഞാൻ കുറേ സമയം അതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിനുണ്ടല്ലോ സിനിമയുടെ കാര്യമൊന്നും പറയുന്ന വലിയ താല്പര്യമുള്ള ആളല്ല. എൻ്റെ അനിയന്മാരാണ് ഇതിൻ്റെയൊക്കെ ആശാന്മാർ. അവരുണ്ടായിരുന്നെങ്കിൽ നമ്മളൊരു നല്ല വൈബടിക്കുമായിരുന്നു അതും പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നു. അധികം ആൾക്കാരൊന്നും ഞാൻ പറഞ്ഞില്ലേ ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളിയായിട്ടുള്ള ഭയങ്കര രസമുള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന നല്ലൊരു വിൻഡോ സീറ്റും ആയിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ യാത്ര ചെയ്തത് പോലും അറിഞ്ഞില്ല. പിന്നെ ഈ ഒരു ട്രെയിന് നമ്മളെ ഇവിടെ ഉണ്ടല്ലോ പാലക്കാട് വരെ പോകുന്നതെന്നാണ് അറിഞ്ഞത്. അവിടെ നിന്ന് മദ്രാസിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇത് ഇങ്ങനെ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഇത്രയും നല്ല രീതിയിലുള്ള യാത്രയെന്ന് അറിഞ്ഞിരുന്നു നമുക്ക് ഷൊർണൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എറണാകുളം പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ പറയായിരുന്നു. പിന്നെ എന്തായാലും നമ്മൾ കോഴിക്കോട്ടേക്കാണല്ലോ, ഇങ്ങനത്തെ ഒരു സീറ്റ് കിട്ടുമെന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പറയാനുള്ളത്, ഈ ഒരു ട്രെയിനിൽ നമ്മുടെ നാട്ടിൽ വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു. ഞാനും കണ്ടിട്ടില്ല, ഇദ്ദേഹം കണ്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവസാനം വളരെ നല്ല രീതിയിലുള്ള ആ ഒരു യാത്രയ്ക്കൊടുവിൽ നമ്മളങ്ങനെ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. ആദ്യം നമ്മൾ ടൗണിൽ റൂം എടുക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് റൂമൊക്കെ ഫുള്ളാണ്. അങ്ങനെ നമ്മൾ അശോകപുരം ഗാന്ധിനഗറിലുള്ള ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൗസിലേക്ക് വന്നു. ഇവിടെയും നമ്മൾ 2019 വന്നത്. അതിന് ശേഷം ഇപ്പോഴാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ ഇത് കവരത്തി ദ്വീപുകാരനായ അമീർ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഇത് നടത്തുന്നത്. ഗവൺമെൻറ്റിൽ നിന്ന് ഏറ്റെടുത്തിട്ട് അദ്ദേഹമാണ് നടത്തുന്നത്. അങ്ങനെ അവിടെ വന്നു. പിന്നെ ഉണ്ടല്ലോ അവിടുത്തെ റൂമും കാര്യമൊക്കെ ഭയങ്കര സെറ്റപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിൽക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല സൂപ്പറായിട്ടുള്ള റൂം കിട്ടും. പിന്നെ അപ്പോഴാണ് തുടരും എന്ന് പറയുന്ന മൂവിയെക്കുറിച്ചിട്ടുള്ള റിവ്യൂ ഞാൻ കണ്ടത്. അപ്പോൾ എന്തായാലും സിനിമ കാണാൻ പോവാതെ പറ്റില്ല. അങ്ങനെ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി. എൻ്റെ കൂടെ സിനിമയ്ക്ക് വന്നിരിക്കുന്ന മുതലാണിത്. അത് എൻ്റെ അനിയൻ, അവനും ഭാര്യയും കൂടി ഉണ്ടായിരുന്നു. കോഴിക്കോട് കല്യാണം കഴിച്ചിരിക്കുന്ന ആളില്ലേ, അദ്ദേഹമാണ് ഇദ്ദേഹം. അങ്ങനെ പിന്നെ പടം തുടങ്ങി. സത്യം പറയാലോ, ഈ അടുത്ത കാലത്ത് ഹൗസ്ഫുള്ളായിട്ട് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഈ ഒരു സിനിമ തുടരുമെന്ന് പറയുന്ന ഈ ഒരു സിനിമ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.
അങ്ങനെ പിന്നെ നമ്മുടെ കോഴിക്കോടത്തെ ജീവിതം 2 ദിവസത്തെ ജീവിതം അവിടെ അവസാനിപ്പിച്ചിട്ട് നമുക്കിനി അടുത്ത സ്റ്റേഷനിലോട്ട് പോകണം. അടുത്ത നമ്മുടെ താവളം എവിടെയാണ്? എറണാകുളം. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കോഴിക്കോട് നിന്ന് തന്നെ എടുക്കുന്ന ജനശതാബ്ദി ഉണ്ടല്ലോ, ആ ഒരു വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഒരുപാട് വർഷങ്ങളായി നമുക്കുള്ള ഒരു ഫ്രണ്ടാണ്, നമുക്കുള്ള ഒരു വേണ്ടപ്പെട്ട ഒരു ഏട്ടനാണ് രവിയേട്ടൻ. അദ്ദേഹമാണ് കോഴിക്കോട് സ്റ്റേഷനിൽ വരുമ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് ഹെൽപ്പ് ചെയ്യുന്നത് എപ്പോഴും. അങ്ങനെ ഇന്നും ആ പതിവ് തെറ്റിയില്ല. അദ്ദേഹം തന്നെയാണ് നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ എവിടെയാണോ വെക്കേണ്ടത് അവിടെയൊക്കെ വെച്ച് റെഡിയാക്കി തന്നത്. അങ്ങനെ ഈ ഒരു യാത്ര സത്യം പറഞ്ഞാൽ നല്ല ചൂട് പിടിച്ചൊരു യാത്രയായിരുന്നു. നല്ല ഉച്ചയ്ക്കാണല്ലോ ഈ ഒരു യാത്ര ആരംഭിക്കുന്നത്. 1:45 എറണാകുളത്തേക്ക് തിരിക്കുന്നത്. ഭയങ്കര ചൂടായിരുന്നു. ഫാനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും നല്ല തീ പിടിച്ച കാറ്റായിരുന്നു. പിന്നെ ഭയങ്കര തിരക്കുമുള്ള വണ്ടിയായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ യാത്ര വലിയ രസമൊന്നും ആയിരുന്നില്ല. പിന്നെ എന്തായാലും എങ്ങനെയെങ്കിലും ഒക്കെ വന്ന് നമ്മൾ അവസാനം നമ്മൾ എവിടെയാണോ ഇറങ്ങേണ്ടത് ഇനി എറണാകുളം അവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ ജയ് വിളിച്ചിട്ട് വന്ന വാതിൽക്കൽ നിൽപ്പുണ്ട്. വേറെ ആൾക്കാരൊക്കെ എണീറ്റ് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. എപ്പോഴും ഞങ്ങൾ അങ്ങനെയാണ്, എപ്പോഴാണോ യാത്ര ചെയ്യുന്നത് ആദ്യം തന്നെ ഇറങ്ങാൻ വേണ്ടി നമ്മൾ വന്നിട്ടുണ്ടാവും. പിന്നെ ഇവിടെ നമ്മുടെ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് രവിയേട്ടൻ്റെ തന്നെ ഒരു ഫ്രണ്ട് ഉണ്ട്. അദ്ദേഹം ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ കയറി മറിയാനുണ്ടല്ലോ ഇവിടെ എത്തിയാൽ, അങ്ങനെ ആ പാലത്തിൽ കയറി ഇറങ്ങി അങ്ങനെയൊക്കെ അവസാനം നമ്മൾ കറുകപ്പള്ളിയിലോട്ടാണ് പോകുന്നത്. ഇവിടെയും നമുക്ക് ടൗണിലൊന്നും റൂം കിട്ടിയിട്ടില്ല, അത്രയ്ക്ക് ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ നിൽക്കാനും ഇഷ്ടമാണ് കറുകപ്പള്ളിയിൽ. അങ്ങനെ നമ്മൾ കറുകപ്പള്ളിയിൽ പോയി അവിടെ റൂമൊക്കെ എടുത്ത് ഫ്രഷൊക്കെ ആയതിനു ശേഷം നമ്മുടെ ഒരു കസിൻ ഉണ്ട് കേട്ടോ മട്ടാഞ്ചേരിയിൽ, അവളെ കാണാൻ വേണ്ടി പോകുന്നതാണ് ഈ ഒരു ബസ്സിൽ. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ബസ് യാത്രയും നല്ല രസമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ ഒരു ബസ്സിൽ ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ കയറിയപ്പോൾ. പിന്നെയാണ് ഇതിലേക്ക് ആൾക്കാരൊക്കെ വന്നത്. 2-3 സ്റ്റോപ്പ് വരെ നമ്മൾ ഒറ്റയ്ക്കായിരുന്നു. നല്ല വിശാലമായിട്ടാണ് നമ്മളിതിൽ പോയത്. നല്ല സൂപ്പർ യാത്രയായിരുന്നു. അങ്ങനെ അവളെയൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നതിന് ശേഷം അപ്പോഴാണ് 8-ാം തീയതി ഒരു മൂവി റിലീസായിട്ടുണ്ട് എന്നറിഞ്ഞത്. കുറേ നാളുകൾക്ക് ശേഷം ദിലീപിൻ്റെ ഒരു സിനിമയ്ക്ക് നല്ലൊരു റിവ്യൂവും കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ആ ഒരു സിനിമയ്ക്ക് പോയി കളയാമെന്ന്. പിന്നെ എൻ്റെ ഭർത്താവുണ്ടല്ലോ സിനിമ ഒന്നും കാണാത്ത ആളാണ്. ചെറുപ്പം മുതലേ അദ്ദേഹത്തിന് സിനിമയോടൊന്നും ഒരു കമ്പവുമില്ല. ഞാൻ നേരെ ഓപ്പോസിറ്റാണ്. പല കാര്യങ്ങൾക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും വൈബ് ഒന്നാണ് എങ്കിലും ഈ സിനിമയുടെ കാര്യത്തിൽ രണ്ടുപേരുടെയും 2 ദിശയിലേക്കാണ്. അദ്ദേഹം തീരെ സിനിമ കാണാത്ത ആളും ഞാൻ ഏത് സമയവും സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുമാണ്. ഞാൻ കേരളത്തിലേക്ക് പഠിക്കാൻ വന്ന മുതലാണ് സിനിമ ഇങ്ങനെ തിയേറ്ററിൽ വന്ന് കാണാൻ തുടങ്ങിയത്. കാരണം നമ്മളെ നാട്ടിലൊന്നും തിയേറ്റർ ഇല്ലല്ലോ. അപ്പോൾ തിയേറ്ററിലെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നമുക്ക് എൻ്റെ നാട് വിട്ടിട്ട് കേരളത്തിലേക്കൊക്കെ വരണം. അങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ കേരളത്തിൽ വരുമ്പോൾ എന്തായാലും ഞാൻ അപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഏറ്റവും നല്ല സിനിമകളൊക്കെ റിവ്യൂ നോക്കിയിട്ട് പോയി കാണാറുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് ഈ ഒരു സിനിമ വളരെ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, കാണുന്നത്. അങ്ങനെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ മെട്രോ സ്റ്റേഷനിലേക്ക് വന്നതാണ്. എൻ്റെ കൂടെ ഒരാളുണ്ട് കേട്ടോ. പക്ഷേ ആൾക്ക് ഇന്ന് എന്തോ ക്യാമറയിലേക്ക് വരാൻ ഒരു താല്പര്യവുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം, എന്നെ വീഡിയോ എടുത്ത് തന്നാൽ മതി, നിങ്ങൾ എന്തായാലും വീഡിയോയിലോട്ട് വരണ്ട. പിന്നെ ഇയാളെ പേരും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആൾക്ക് തൻ്റെ പേര് പറയരുത് എന്ന് നേരത്തെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെട്രോയിലൂടെയുള്ള യാത്ര ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ഒരു യാത്രയിലൂടെ നമ്മൾ എത്രയോ വാഹനങ്ങളാണെന്നറിയോ കയറി ഇറങ്ങിയിരിക്കുന്നത്. മറ്റേ വെസൽ മുതൽ തുടങ്ങിയതാണ്. ഇതുവരെയായിട്ടും യാത്രയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ലുലുമാളിലാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങോട്ടാണ് ഞാൻ വന്നത്. അല്ലാത്തപ്പോൾ ഞാൻ ലുലുമാളിലേക്കൊന്നും വന്ന് കറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആളും അല്ല, ഞാൻ അങ്ങനെ വരാറുമില്ല. പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് സിനിമ കണ്ടു നടക്കാൻ. അങ്ങനെ നമ്മൾ വന്നപ്പോഴേക്ക് സമയമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരത്തെ ആയിപ്പോയി ഞാൻ വന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് തണുപ്പിച്ചേക്കാമല്ലോ. മാളിൽ വന്നാൽ പിന്നെ അതാണല്ലോ എൻ്റെ മെയിൻ പണി. അങ്ങനെ അവിടെയൊക്കെ കുറേ കറങ്ങി നടന്നു. വെറുതെ എല്ലാ ഫ്ലോറിലൊന്നും പോയിട്ടില്ല. ഈ കണ്ട ഫ്ലോറിലും പിന്നെ താഴെ ഒന്ന് പോയി ചായയൊക്കെ കുടിച്ചിട്ട് വന്നു. അത്രയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആയപ്പോഴേക്ക് തന്നെ നമ്മുടെ സിനിമ തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. അതിനെ നമ്മളെയൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ PVRലേക്ക് നമ്മൾ കടക്കുകയാണ്. പിന്നെ അപ്പോഴും ഞാൻ തുടരും എന്ന് പറയുന്ന മൂവിക്ക് ഒരുപാട് ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ആ ഒരു മൂവി ഇത്രയും ദിവസമായിട്ടും ഹൗസ്ഫുള്ളായിട്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കും മനോഹരമായൊരു കഥയാണത്. അത് കാണാൻ എന്തായാലും ആൾക്കാർ പോവും. പിന്നെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ദിലീപിൻ്റെ പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന് പറയുന്ന ഒരു മൂവിയാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ ദിലീപിൻ്റെ ഒരു ഗംഭീരമായ തിരിച്ചുവരവ് തന്നെയാണ് ഈ ഒരു സിനിമയിലൂടെ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇത് അദ്ദേഹത്തിൻ്റെ 150ാമത്തെ സിനിമയാണ്. ആ ഒരു പ്രത്യേകതയും ഈ ഒരു മൂവിക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുടുംബസമേതം വന്ന് നമുക്ക് എന്താ പറയുക ടെൻഷനൊക്കെ ഉള്ള ഒരു സമയത്തിരുന്ന് കാണാൻ പറ്റിയൊരു സിനിമയാണ്. നല്ല ടെൻഷൻ ഫ്രീ ആവും, ചിരിക്കാനും നല്ല ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു കഥയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അടിപൊളിയായിരുന്നു, അത് വെറുതെ ആയില്ല. അപ്പോൾ നമുക്കിനി കേരളം വിടാനുള്ള സമയമായി. ഇനി നമുക്ക് എവിടെയാണ് നമ്മുടെ കളികൾ? കേരളത്തിന് പുറത്ത് കർണാടകയിലേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ നാളുകളായി നമുക്ക് 2-3 ദിവസം മുന്നേ തന്നെ നമുക്ക് വാട്സപ്പിലൊക്കെയും കാണുന്നുണ്ടായിരുന്നു. വിമാനത്താവളത്തിൽ നമ്മൾ 3 മണിക്കൂർ മുന്നേ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുന്നുണ്ട് എങ്കിൽ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷേ എൻ്റെ ഭർത്താവ് കുറച്ചുകൂടി അവരെ അനുസരിച്ചു. അദ്ദേഹം 4 മണിക്ക് തന്നെ 9:45 ഫ്ലൈറ്റിലാണ് എനിക്ക് പോവേണ്ടത്. പക്ഷേ 4 മണിക്ക് തന്നെ നമ്മൾ ഈ ഒരു എയർപോർട്ടിൽ എത്തിയിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ 9:45 ഫ്ലൈറ്റിന് 4 മണിക്ക് വരേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നി. ഞാൻ മെല്ലെ ഒന്ന് ചോദിച്ചു, അധികം ഉച്ചത്തിൽ ചോദിച്ചാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലെങ്കിലോ. അങ്ങനെ അവിടെ ഭയങ്കര ചെക്കിംഗ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ തന്നെ എന്നെ കൊണ്ടുവന്നത്. ഇനി വല്ല ബ്ലോക്കിലും പെട്ടാലോ, അതിരാവിലെ ഒന്നും ബ്ലോക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടും കേട്ടില്ല. അങ്ങനെ പക്ഷേ അല്ലേ ഈ ഒരു യാത്ര ഒരു രസമായിരുന്നു. കാരണം ഈ ഒരു ലൈറ്റൊക്കെ കണ്ട് അതുപോലെ നല്ല ശാന്തമായ ഒരു അന്തരീക്ഷത്തിലൂടെയുള്ള ഒരു യാത്ര. അപ്പം അത് നല്ല ഒരു അനുഭവമായിരുന്നു. പിന്നെ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത എന്താണെന്നറിയോ, ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു പേടി. ഞാൻ പിന്നെ എണീറ്റ് അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് എനിക്ക് 9:30 ആകുമ്പോഴേക്കും ഇവിടെ എത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും, അദ്ദേഹം ഉറങ്ങി എന്ന് തോന്നുന്നു ഒരു കുറച്ച് സമയം, ഞാൻ എന്തായാലും തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയപ്പോഴേക്കും തന്നെ എനിക്ക് ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടെർമിനൽ 1 എത്തിയിരിക്കുകയാണ്. നമ്മളെ കൊണ്ടുവന്നതുണ്ടല്ലോ നമ്മുടെ ഹസ്ബൻഡ് ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, അജ്മൽ എന്ന് പറഞ്ഞിട്ട്. ആളാണ് അവൻ്റെ കാറിൽ നമ്മളെ ഇവിടെ കൊണ്ടാക്കി തന്നിരിക്കുന്നത്. എനിക്കിരുന്നിരുന്ന് നടുവേദന എടുത്തു. കാരണം കുറേ നാളായില്ലേ ഇപ്പോൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്. ശരിക്കും പറഞ്ഞാൽ കറുകപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വലിയ ദൂരമൊന്നുമില്ല. പക്ഷെ എന്നാലും നടുവേദനിച്ചതിൻ്റെ കാരണം കുറേ നാളായി യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തിയപ്പോഴാണ് നമ്മൾ കയറാനുള്ള, അതായത് ഇൻഡിഗോ എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റിൽ കയറാനുള്ള 9:45 അതിന് കയറാനുള്ള ആരും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. ആദ്യം വന്നിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്യൂവിലും നിൽക്കേണ്ടതായിട്ട് വന്നില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെയും വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, കണ്ടോ നേരത്തെ വന്നതിൻ്റെ ഗുണമാണിത് എന്ന്. പക്ഷെ എനിക്ക് ഉറക്കം വരുന്നത് കൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. എനിക്ക് ഈ ഒരു സമയത്ത് വന്നത് വലിയ ഇഷ്ടമൊന്നും ആയിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമുക്കിനി പോകേണ്ടത്, നമുക്ക് ഗേറ്റ് 4 നമുക്ക് അവിടെയാണ് ചെന്നിരിക്കേണ്ടത്. അങ്ങനെ അവിടെ ചെന്നിരുന്നപ്പോഴാണ് ഒരു ഇൻഡിഗോയുടെ വിമാനം ഇപ്പോൾ ടേക്ക് ഓഫ് ആവാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു മനോഹരമായ ടേക്ക് ഓഫ് നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കാമെന്ന്. അങ്ങനെ അത് ഇങ്ങനെ നല്ല പ്രതീക്ഷയോടുകൂടി വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ മനോഹരമായ ആ ടേക്ക് ഓഫ് നിങ്ങൾക്ക് കാണിക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ളത്. കാരണം ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടൊരു ഒരു മറമുണ്ട്. അപ്പോൾ അത് കാരണം എനിക്കിത് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പറ്റിയ പോലെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെ ഇരുന്നും നിന്നും നമ്മുടെ സമയങ്ങൾ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന കുറച്ച് ടീച്ചേഴ്സ് അങ്ങോട്ടേക്ക് വന്നത്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫ്ലൈറ്റ് കയറാൻ വരേണ്ട ശരിക്കുള്ള സമയം. നമ്മൾ ഇത്രയും നേരത്തെ വന്നത് കൊണ്ട് തന്നെ എനിക്ക് ശരിക്കും അവരോട് സംസാരിക്കാൻ കൂടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ഇരുന്നിരുന്നിരുന്ന് നടുവേദന എടുത്ത എനിക്ക് ഒന്നുകൂടി വേദന കൂടി. എന്നാലും ഞാൻ അവിടെയൊക്കെ മെല്ലെ മെല്ലെ നടന്നു. പിന്നെ നടക്കാനും പറ്റാത്ത അവസ്ഥയായി, കാരണം എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നല്ലോ. അവസാനം നമ്മുടെ ഫ്ലൈറ്റ് റെഡിയായി. അങ്ങനെ നമുക്കിനി കയറാൻ പോകണം.
പിന്നെ ഞാൻ ആദ്യമായിട്ടൊന്നും അല്ല ഫ്ലൈറ്റിൽ കയറുന്നത്, അതുകൊണ്ട് എനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെയും ഞാൻ ബാംഗ്ലൂരിലേക്കും പോയിട്ടുണ്ട്, ഡൽഹിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് വലിയ ആദ്യമായിട്ട് കയറുന്നതിൻ്റെ ആ ഒരു ഇതൊന്നും തോന്നില്ലല്ലോ, നമ്മൾ കയറിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ ഒരു നോർമലായിട്ടുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെ അല്ലാതെ വലിയ ഒരു അത്ഭുതമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴും എല്ലാ സ്ഥലത്തും കയറുന്ന കാര്യത്തിൽ നമ്മൾ ആദ്യമാണല്ലോ ഇറങ്ങുന്നതും കയറുന്നതും ഒക്കെ. അങ്ങനെ ഇവിടെയും തെറ്റിയില്ല, ആദ്യം തന്നെ നമുക്ക് കയറാൻ പറ്റി. അങ്ങനെ നമ്മൾ നേരത്തെ പോയപ്പോഴും ഉള്ള ഒരു സീറ്റ് തന്നെയാണ് ഇപ്പോഴും കിട്ടിയത്. അങ്ങനെ നമ്മൾ നല്ല ഒരു സീറ്റ് തന്നെയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മളെ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിങ്ങനെ ഇരുന്നു. നമ്മൾ എത്ര കയറിയാലും നമുക്ക് ഈ ഒരു ടേക്ക് ഓഫ് കാണുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട് എന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഈ ഒരു ഫ്ലൈറ്റിൽ തന്നെ ഞങ്ങളുടെ കൂടെയുള്ള കുറച്ച് അധ്യാപകരും കൂടി കയറിയിട്ടുണ്ടായിരുന്നു. അവരെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത്, അവരെ ആ പുറത്തുനിന്ന് കണ്ടു, അതായത് ആ വിമാനത്താവളത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ എനിക്ക് അവരൊന്നും കണ്ടില്ല. അവർ കുറച്ച് മുമ്പിലായിരുന്നു, ഞാൻ കുറച്ച് പിറകിലായിരുന്നു. പിന്നെ ഇറങ്ങുന്ന ആ ഒരു സമയത്ത് മെല്ലെ അവരെ കണ്ടു, അല്ലാതെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഒരു ഫ്ലൈറ്റും ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് റൺവേയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കല്ലേ എത്ര കണ്ടാലും ഇത് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. പുറത്തിരുന്നിട്ട് എന്ന് പറഞ്ഞു പോയി പുറത്തേക്ക് നോക്കിയിട്ട്. പിന്നെ ഈ ഒരു വിമാനത്താവളത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഉണ്ടല്ലോ, ഇന്ത്യയിലെ പൊതുമേഖല സ്വകാര്യ മേഖല പങ്കാളിത്തത്തോടെ തുടങ്ങിയ ആദ്യത്തെ വിമാനത്താവളമാണ്. എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഈ ഒരു പ്രത്യേകതയും ഈ ഒരു വിമാനത്താവളത്തിന് ഉണ്ട്. 1999 മെയ് 25 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. മൊത്തം യാത്രക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ 7ാമതും അന്തർദേശീയ യാത്രക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ 4ാമതുമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കേരളത്തിലെ വ്യോമ ഗതാഗതത്തിൻ്റെ പകുതിയും കൈകാര്യം ചെയ്യുന്ന കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കേരളത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണ്. അന്താരാഷ്ട്ര ഫ്ലൈറ്റുകൾക്കായും ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾക്കായും പ്രത്യേകം ടെർമിനലുകളുമുണ്ട്. 12,000 പേർ ജോലി ചെയ്യുന്ന വലിയ ഒരു തൊഴിൽ ദാതാവും എന്ന നിലയിലും വിമാനത്താവളം എത്തി നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫായി മേഘങ്ങൾക്കിടയിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ലല്ലോ ബാംഗ്ലൂരിലേക്ക്. ഒരു 45-50 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എത്താൻ പറ്റും. എൻ്റെ മോനല്ലേ, ഞാൻ ഫ്ലൈറ്റിലാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയാണ്, എന്താണമ്മ പൊങ്ങിയിട്ട് അപ്പം തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണോ ഈ വിമാനത്തിൽ കയറുന്നത് എന്ന്. ശരിക്കും പറഞ്ഞാൽ ചോദ്യം ശരിയാണ്. വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നുണ്ട്. എനിക്കല്ലേ ട്രെയിനിൽ പോകാൻ ഇഷ്ടമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ട്രെയിനിൽ കയറുന്നത് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പിന്നെ വീണ്ടും ഫ്ലൈറ്റിൽ തന്നെ നമ്മൾ കയറാം എന്ന് വിചാരിച്ചത്. അങ്ങനെ ലക്ഷദ്വീപിൽ നിന്നും ബാംഗ്ലൂർ വരെ എത്താൻ നമ്മൾ കരയിലൂടെയും കടലിലൂടെയും ആകാശത്തിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ കൂടി നമ്മൾ സഞ്ചരിച്ചിരിക്കുകയാണ്. അങ്ങനെ അവസാനം നമ്മൾ ബാംഗ്ലൂർ കെമ്പഗൌഡ വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ സംസ്ഥാനമായ കർണാടകയുടെ തലസ്ഥാനമായ ബംഗളൂരുവിൽ സേവനം നൽകുന്ന ഒരു അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം. 16 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഇത് നഗരത്തിന് ഏകദേശം 35 കിലോമീറ്റർ വടക്കായി ദേവനഹള്ളിയുടെ പ്രാന്ത പ്രദേശത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം 2008 മെയ് 24 പ്രവർത്തനം തുടങ്ങിയത്. ബംഗളൂരുവിൻ്റെ സ്ഥാപകനായ കെമ്പഗൌഡ ഒന്നാമൻ്റെ പേരിലാണ് ഈ ഒരു വിമാനത്താവളം അറിയപ്പെടുന്നത്, കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം. നമ്മുടെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. വിമാനത്താവളത്തിന് പുറത്ത് നമുക്ക് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഇവിടെ നിന്നൊരു ബസ് കയറേണ്ട ആവശ്യമുണ്ട്. കാരണം എൻ്റെ ഒരു ബ്രദർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇളയമ്മയുടെ മോന് സാബർ എന്നാണ് കേട്ടോ ആളുടെ പേര്. അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ടാക്സി ഒന്നും എടുക്കാൻ നിൽക്കണ്ട, നമുക്കായിട്ടുള്ള റൂം പറഞ്ഞിരിക്കുന്നത് മെജസ്റ്റിക്കിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ നിന്ന് ഒരു ബസ് ഉണ്ട്. ആ ബസ്സിൻ്റെ ഫോട്ടോ ഒക്കെ നമുക്ക് വിട്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ ഫോട്ടോയും പിടിച്ച ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടാണ് പോകുന്നത്. ചോദിച്ച് പോവാം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് പുറകിലാണ്, കാരണം എൻ്റെ കയ്യിൽ 2 ലഗേജ് ഉണ്ട്, പിന്നെ ഈ മൊബൈലും. ഇതെല്ലാം കൊണ്ടും എനിക്ക് യാത്ര കുറച്ച് പ്രയാസമായിരുന്നു. ഞാനൊരു ട്രോളി എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു ട്രോളിയുടെ ആവശ്യമൊന്നുമില്ല, കയ്യിൽ പിടിച്ചിട്ട് വരാൻ. എനിക്ക് രണ്ടും കൈകാര്യം ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ ആ ബസ് കണ്ടുപിടിച്ചു. അങ്ങനത്തെ കുറേ ബസ് ഉണ്ടായിരുന്നു നേരെ മജസ്റ്റിക്കിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മളെ അവിടുത്തെ ആ ഒരു കണ്ടക്ടർ വിളിച്ച് കയറ്റി. ശരിക്കും പറഞ്ഞാലല്ലേ, കണ്ടക്ടർ എന്നൊന്നും പറയാൻ പറ്റൂല, കാരണം നല്ല വെൽ സെറ്റപ്പ് ആയിട്ടുള്ള ഒരു വേഷത്തിലായിരുന്നു അദ്ദേഹം. മാത്രമല്ല നല്ല ഹെൽപ്ഫുള്ളാണ്, നമ്മുടെ ലഗേജൊക്കെ എടുത്ത് വെക്കാനൊക്കെ സഹായിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ബസ്സിൽ ആദ്യമായിട്ടോ കയറുന്നത്. ഇതിൽ ഈ ഫ്ലൈറ്റിൽ വന്ന യാത്രക്കാർ മാത്രമായിരിക്കും ഈ ഒരു സമയത്ത് കയറിയിട്ടുണ്ട്. അവരുടെ ലഗേജൊക്കെ എടുത്ത് അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് എപ്പോഴും വരുന്ന ഒരു ബസ്സാണത്ര ഇത്. നല്ല ഒരു യാത്രയായിരുന്നു. ഫുൾ AC ആണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് AC ബസ്സിൽ യാത്ര ചെയ്യുന്ന അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ മജസ്റ്റിക്കിൽ എത്തിയപ്പോൾ ഇതാ നമ്മുടെ മോൻ ഇവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ വന്നു. ഇവിടെ നല്ല ചൂടാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കേരളത്തിലെക്കാളും ചൂട് എനിക്കിവിടെ തോന്നി. പക്ഷേ ഇവൻ പറയുന്നത് കേരളത്തിലാണ് ചൂട് എന്നാണ്. അവന് ഇവിടെ തന്നെ സ്ഥിരം താമസിക്കുന്നത് കൊണ്ട് അങ്ങനെ തോന്നിയതായിരിക്കും. എനിക്ക് പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ ഈ AC ബസ്സിൽ വന്ന് ഇറങ്ങിയത് കൊണ്ടായിരിക്കും പെട്ടെന്നൊരു ചൂട് തോന്നിയത്. അങ്ങനെ നമുക്ക് മജസ്റ്റിക്കിൽ തന്നെ ഒരു സൂപ്പറായിട്ടുള്ള റൂം അവൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നാളെ എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ ഹസ്ബൻഡ് തിരിച്ച് എറണാകുളത്തേക്കും ഞാൻ എൻ്റെ കോഴ്സ് നടക്കുന്ന RI ബാംഗ്ലൂരിലേക്കും പോവാണ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോവാണ്. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിരിക്കും വരും ദിവസങ്ങളിൽ. പിന്നെ മാത്രമല്ല കിട്ടുന്ന നെറ്റിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇതൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുക. എന്തായാലും പറ്റുന്ന പോലെ വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുമെന്ന വിശ്വാസത്തോടു കൂടി പുതിയ വിശേഷങ്ങളും ബാംഗ്ലൂർ വിശേഷങ്ങളും ബാംഗ്ലൂർ ഡേയ്സുകളും ഒക്കെ ആയിട്ട് നമുക്ക് വരുന്നതായിരിക്കും. ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് ബാംഗ്ലൂർ ഡേയ്സ് എന്നൊക്കെ. അപ്പോൾ എന്തായാലും എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താ വേറെ പറയാനുള്ളത്? വേറെ ഒന്നുമില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.